ഹായ്, നമസ്തേ. ഇന്ന് ജൂൺ 1 ആയില്യം, പിന്നെ ഷഷ്ടി ദിവസവും കൂടെയാണ്. അപ്പോൾ ഈ ദിവസം ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നു. ഞാൻ തുടരെ ക്ഷേത്രത്തിൽ പോയപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ചിലർ ചെയ്യുന്നത് കണ്ടു. അപ്പോൾ എൻ്റെ കണ്ണിൽ അത് കണ്ടതുകൊണ്ട് ഞാൻ അതൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. എനിക്കറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ശിവക്ഷേത്രത്തിലാണ് ദർശനത്തിന് പോവുകയാണെങ്കിൽ ശിവക്ഷേത്രത്തിൽ അകത്ത് ഉള്ളിലോട്ട് കയറുമ്പോൾ നമ്മൾ ആദ്യം ഭസ്മം ധരിച്ചുകൊണ്ടാണ് ക്ഷേത്രത്തിനകത്ത് കയറാനുള്ളത്. അതായത് പലരും ഓടി വന്നിട്ട് ക്ഷേത്രത്തിനുള്ളിൽ, ശ്രീകോവിലിനുള്ളിൽ കയറി ചുറ്റും ഭഗവാനെ വലം വെച്ചതിന് ശേഷം അകത്ത് നിന്ന് തന്നെ ചന്ദനം, ഭസ്മം ഇതൊക്കെ ഇടുന്നത് ധാരാളമായി കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല ചെയ്യാനുള്ളത്. പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിൽ വേറെ ഒരു പ്രതിഷ്ഠയിലും ഇങ്ങനത്തെ ഒരു ഇതില്ല. ശിവക്ഷേത്രത്തിൽ മാത്രമാണ് ഇങ്ങനെയുള്ളത്. ഇനി ഭസ്മം ധരിക്കാനായിട്ട് പ്രത്യേക രീതിയും കൂടെ ഉണ്ട്. അതിന് ഒരുക്കാനുള്ളത് ഈ വിരളാണ്, മോതിര വിരളെന്ന് പറയും. മോതിര വിരൽ കൊണ്ട് ചന്ദനത്തിലോ ഭസ്മത്തിലോ കുങ്കുമത്തിലോ മഞ്ഞളിലോ ഏതുകൊണ്ടാണ് നമ്മൾ നെറ്റിയിൽ ചാർത്താൻ പോകുന്നത് അത് ഈ വിരലിലായിരിക്കണം ചാർത്തേണ്ടത്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം, അപ്പോൾ ശിവക്ഷേത്രത്തിലാണ് ഈ ഭസ്മത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇനി വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിൽ ചന്ദനം, അത് നമുക്ക് ശ്രീകോവിലിനകത്ത്, ഒരിക്കലും ശ്രീകോവിലിനകത്ത് നിന്ന് ചന്ദനം ഇടാൻ പാടില്ല. പുറത്ത്, ശ്രീകോവിലിന് പുറത്തിറങ്ങിയതിന് ശേഷം നമുക്ക് ചന്ദനം ഇടാം. ഇനി ചന്ദനമായാലും ഭസ്മമായാലും ഇടേണ്ട ഒരു രീതിയുണ്ട്. അതായത് ആദ്യം ധരിക്കാനുള്ളത് ഭസ്മം, ചന്ദനം, കുങ്കുമം. ഈ ക്രമത്തിലാണ് നമുക്ക് ചന്ദനം നെറ്റിയിലിട്ട് ഇടേണ്ടത്. അപ്പോൾ ആദ്യം ഭസ്മം, ചന്ദനം, കുങ്കുമം. ഇനി അടുത്ത തെറ്റായിട്ട് കാണുന്നത്, ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ കയറി പോകുമ്പോൾ ഒരു വലിയൊരു വിളക്ക് കാണുമല്ലോ, അതിൽ വിളക്ക് കത്തി ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് കറുപ്പെടുത്ത് നെറ്റിയിൽ ചാർത്തുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അതും ചെയ്യാൻ പാടില്ല. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നത് വരെ ബായ്.